Different types of crystal system, 3 dimension. Different types of crystal systems, 3 dimension. 3 dimensionലുള്ള ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമെട്രീനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ 7 ബേസിക് ക്ലാസിഫിക്കേഷനാണ് ഉള്ളത്. ബ്രേവിയസ് ലാറ്റിസസിലേക്ക് നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യുമ്പം അല്ലെങ്കിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കതിനെ 14 ക്ലാസിഫിക്കേഷൻസുമാണ് ഉള്ളത്. സോ നമ്മൾ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ പറ്റിയാണ് പഠിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് മൊത്തം 14 ബ്രേവിയസ് ലാറ്റിസസ് ആണ് ഉള്ളത്. ഇതിൽ ഒന്നാമത്തെ ആളാണ് ട്രൈക്ലീനിക്, രണ്ടാമത്തത് മോണോക്ലീനിക്, 3 ഓർത്തോറോംബിക്, 4 ട്രൈഗണൽ, 5 ടെട്രഗണൽ, 6 എക്സഗണൽ, 7th 1 ക്യൂബിക്. അങ്ങനെ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ നമുക്ക് ബ്രേവിയസ് ലാറ്റിസസ് 4 ടൈപ്പാണുള്ളത്. പ്രിമിറ്റീവ് ഉണ്ട്, ബേസ് സെൻറ്റേർഡ് ഉണ്ട്, ബോഡി സെൻറ്റേർഡ് ഉണ്ട്, ഫേസ് സെൻറ്റേർഡ് ഉണ്ട്. പ്രിമിറ്റീവിനെ നമ്മൾ സിമ്പിൾ എന്നും പറയാറുണ്ട്. പിന്നെ ബേസ് സെൻറ്റേർഡ്, ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ്, അങ്ങനെ 4 എണ്ണമാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പ്രിമിറ്റീവിൻ്റെ കേസിൽ എല്ലാ ലാറ്റിസ് പോയിൻറ്റ്സ് അല്ലെങ്കിൽ നമ്മളെ ആറ്റംസ് എല്ലാം കോർണറിൽ മാത്രമാണ് കാണപ്പെടുന്നത്. അതാണ് പ്രിമിറ്റീവ് അഥവാ സിമ്പിൾ. സിമ്പിളിൻ്റെ കേസിൽ കോർണറിൽ മാത്രമാണ് നമ്മളുടെ ലാറ്റിസ് പോയിൻറ്റ്സ് കാണപ്പെടുന്നത്. പകരം ബേസ് സെൻറ്റേർഡ് ആണെങ്കിലോ നമ്മളുടെ കോർണറിൽ കാണുന്നതിൻ്റെ കൂടെ തന്നെ ബേസ് ഭാഗങ്ങളിൽ ഏറ്റവും അടിയിലും ടോപ്പിലും നമുക്ക് ഇതുപോലൊരു എഡീഷണലായിട്ട് ഓരോ ലാറ്റിസ് പോയിൻറ്റ്സും കൂടി കാണാൻ പറ്റും. നെക്സ്റ്റ് 1 ബോഡി സെൻറ്റേർഡ്. ബോഡി സെൻറ്റേർഡിൻ്റെ കേസിൽ നമുക്ക് കോർണർ കൂടാതെ തന്നെ കറക്റ്റ് നമുക്ക് ആ മെറ്റീരിയലിൻ്റെ ബോഡിയിലും ഒരു ലാറ്റിസ് പോയിൻറ്റ് കാണാൻ സാധിക്കുന്നതാണ്. പകരം ഫേസ് സെൻറ്റേർഡ് ആണെങ്കിൽ ഫേസ് സെൻറ്റേർഡിൻ്റെ കേസിൽ കോർണറിൽ കാണുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് എല്ലാ ഫേസുകളിലും, ഇപ്പം നമ്മുടെ ക്യൂബിൻ്റെ കേസിലാണെങ്കിൽ 6 ഫേസിൻ്റെയും സെൻട്രലായിട്ട് നമുക്ക് ഓരോ ലാറ്റിസ് പോയിൻറ്റും എഡീഷണലായിട്ട് കാണാൻ പറ്റും. അങ്ങനെ ടോട്ടൽ 14 ബ്രേവിയസ് ലാറ്റിസസ് ആണ് നമ്മളുടെ 7 ക്രിസ്റ്റൽ സിസ്റ്റത്തിന് ഫോം ചെയ്യുന്നത്. ഓക്കെ, നമ്മളുടെ ക്രിസ്റ്റൽ സിസ്റ്റത്തിലേക്ക് വരാം. ആദ്യത്തത് ട്രൈക്ലീനിക്. ട്രൈക്ലീനിക്കിൻ്റെ കേസിൽ നമ്മളുടെ ലാറ്റിസ് വെക്ടേഴ്സായ എയും ബിയും സിയും 3 പേർക്കും ഡിഫറെൻറ്റ് വാല്യൂസ് ആണ്. സോ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആയിരിക്കും. അവർ തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ ആൽഫ, ബീറ്റ, ഗാമ 3 പേരും ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും. സോ ട്രൈക്ലീനിക്കിൻ്റെ കേസിൽ എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. സിമിലർലി ആംഗിൾ ആൽഫ നോട്ട് ഈക്വൽ ടു ബീറ്റ നോട്ട് ഈക്വൽ ടു ഗാമ. അവരുടെ കേസിൽ ഒരേ ഒരു ബ്രേവിയസ് ലാറ്റിസ് മാത്രമാണ് ഫോം ചെയ്യുന്നത്, പ്രിമിറ്റീവ്. അതിൻ്റെ ഫിഗറാണ് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത്. നെക്സ്റ്റ് ഇസ് മോണോക്ലീനിക്. മോണോക്ലീനിക്കിൻ്റെ കേസിൽ നമ്മുടെ ലീനിയർ വെക്റ്റേഴ്സ് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി ആണ്. ഇവിടെ 2 ആംഗിൾ ഈക്വൽ ആയിരിക്കും, അതിൻ്റെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും. നമ്മളിവിടെ എടുക്കുന്നത് ആൽഫയും ഗാമയാണ്. ആൽഫ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു π/2, ദാറ്റ് ഈസ് 90 ഡിഗ്രി, വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു ബീറ്റ. ഇവിടെ ബീറ്റ ഏതാന്നുള്ളത് ഫിഗറിൽ തന്നിട്ടുണ്ട്. അതിൻ്റെ കേസിൽ മോണോക്ലീനിക്കിൻ്റെ കേസിൽ നമുക്ക് 2 ബ്രേവിയസ് ലാറ്റിസസ് ആണുള്ളത്. പ്രിമിറ്റീവും ബേസ് സെൻറ്റേർഡും. പ്രിമിറ്റീവും ബേസ് സെൻറ്റേർഡുമാണ് ഫോം ചെയ്യുന്നത്. മൂന്നാമത്തത് ഓർത്തോറോംബിക്. ഓർത്തോറോംബിക്കിൻ്റെ കേസിൽ നമ്മുടെ ലീനിയർ വെക്ടേഴ്സ് 3 പേരും നോട്ട് ഈക്വൽ ടു ഈച്ച് അതർ, ദാറ്റ് ഈസ് എ നോട്ട് ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി. പക്ഷേ ഇവർ 3 പേരുടെ ആംഗിൾ ഈക്വൽ ആണ്, അത് 90 ഡിഗ്രി ആയിരിക്കും, π/2. ദാറ്റ് ഈസ് ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു π/2. അവരുടെ കേസിൽ 4 ബ്രേവിയസ് ലാറ്റിസസ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മളുടെ 4 കേസിലുള്ള ബ്രേവിയസ് ലാറ്റിസസും ഫോം ചെയ്യുന്നുണ്ട്. നമ്മളുടെ പ്രിമിറ്റീവ് ഉണ്ട്, ബോഡി സെൻറ്റേർഡ് ഉണ്ട്, അതേപോലെ തന്നെ ബേസ് സെൻറ്റേർഡ് ഉണ്ട്, ഫേസ് സെൻറ്റേർഡും ഉണ്ട്. അങ്ങനെ 4 ബ്രേവിയസ് ലാറ്റിസസ് ഓർത്തോറോംബിക്കിൻ്റെ കേസിൽ ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് 1 ട്രൈഗണൽ. ട്രൈഗണലിൻ്റെ കേസിൽ ലീനിയർ വെക്ടേഴ്സ് ഈക്വൽ ആയിരിക്കും, എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി ആണ്. അവരുടെ ആംഗിൾ 2 പേര് ഈക്വൽ ആയിരിക്കും, അതിൻ്റെ വാല്യൂ 3 പേരും ഈക്വൽ ആയിരിക്കും, അവരുടെ വാല്യൂ നോട്ട് ഈക്വൽ ടു 90 ഡിഗ്രിയാണ്. ട്രൈഗണലിൻ്റെ കേസിൽ ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു π/2. ആംഗിൾസ് 3 പേരും ഈക്വൽ ആയിരിക്കും, പക്ഷെ അത് 90 ഡിഗ്രി ആയിരിക്കില്ല. പ്രിമിറ്റീവ് മാത്രമാണ് അവിടെ ഫോം ചെയ്യുന്നുള്ളൂ. നെക്സ്റ്റ് 1 ടെട്രഗണൽ. ടെട്രഗണലിൻ്റെ കേസിൽ ലീനിയർ വെക്ടേഴ്സ് എ ഈക്വൽ ടു ബി വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു സി ആണ്. 2 ലീനിയർ വെക്ടേഴ്സ് ഈക്വൽ ആണ്, തേർഡ് 1 ഡിഫറെൻ്റ് ആയിരിക്കും. അവരുടെ ആംഗിൾസ് 3 പേരും ഈക്വൽ ആണത് 90 ഡിഗ്രിയാണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ വിച്ച് ഈസ് ഈക്വൽ ടു π/2. അവരുടെ കേസിൽ 2 ബ്രേവിയസ് ലാറ്റിസസ് ആണ് ഫോം ചെയ്യുന്നത്. ഒന്ന് നമ്മളുടെ പ്രിമിറ്റീവാണ്, പിന്നെ ഉള്ളത് ഒന്ന് ബോഡി സെൻറ്റേർഡ് ആണ്.
പ്രിമിറ്റീവും ഉണ്ട്, ബോഡി സെൻറ്റേർഡും ഉണ്ട്. നെക്സ്റ്റ് വൺ എക്സഗണൽ. എക്സഗണലിൻ്റെ കേസിൽ എ ഈക്വൽ ടു ബി വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു സി ആണ്. രണ്ട് ലീനിയർ വെക്റ്റേഴ്സ് ഈക്വൽ ആണ് വിച്ച് ഈസ് നോട്ട് ഈക്വൽ ടു തേർഡ് സൈഡ്. അവരുടെ ആംഗിൾ രണ്ട് പേര് ഈക്വൽ ആണ്, 90 ഡിഗ്രിയാണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു π/2. സിമിലർലി ഗാമ ഈക്വൽ ടു 2/3π ദാറ്റ് ഈസ് 120 ഡിഗ്രി. അവരുടെ കേസിൽ ഒരു ബ്രേവിയസ് ലാറ്റിസ് മാത്രമേ ഉള്ളൂ. അതെന്ന് പറയുന്നത് പ്രിമിറ്റീവാണ്, നമ്മളുടെ സിമ്പിൾ എക്സഗണലാണ്. ഇനി ലാസ്റ്റ് വൺ നമ്മളുടെ ക്യൂബിക്. ക്യൂബിക്കിൻ്റെ കേസിൽ നമ്മളുടെ 3 ലീനിയർ വെക്റ്റേഴ്സും ഈക്വൽ ആണ്. എ ഈക്വൽ ടു ബി ഈക്വൽ ടു സി. 3 ലീനിയർ വെക്റ്റേഴ്സും ഈക്വൽ ആണ്. അവരുടെ ആംഗിൾസും അതേപോലെ തന്നെയാണ്, ഈക്വൽ ആണ്. ആൽഫ ഈക്വൽ ടു ബീറ്റ ഈക്വൽ ടു ഗാമ വിച്ച് ഈസ് ഈക്വൽ ടു π/2 ദാറ്റ് ഈസ് 90 ഡിഗ്രി. 3 ആംഗിളും ഈക്വൽ ആണ്, 90 ഡിഗ്രിയാണ്. 3 ലീനിയർ വെക്റ്റേഴ്സും ഈക്വൽസ് ആണ്. അവരുടെ കേസിൽ 3 ബ്രേവിയസ് ലാറ്റിസസ് ആണ് ഫോം ചെയ്യുന്നത്. പ്രിമിറ്റീവ് ഉണ്ട്, ബോഡി സെൻറ്റേർഡ് ഉണ്ട്, ഫേസ് സെൻറ്റേർഡ് ഉണ്ട്. പ്രിമിറ്റീവ് ഉണ്ട്, ബോഡി സെൻറ്റേർഡ് ഉണ്ട്, ഫേസ് സെൻറ്റേർഡ് ഉണ്ട്. സോ നമുക്ക് 3 ഡയമെൻഷനിൽ ക്രിസ്റ്റൽ ലാറ്റിസസിനെ അല്ലെങ്കിൽ നമുക്ക് ക്രിസ്റ്റൽ സിസ്റ്റത്തിനെ ബേസിക് ആയിട്ട് 7 ക്ലാസിഫിക്കേഷൻസ് ആണുള്ളത്. ട്രൈക്ലീനിക്, മോണോക്ലീനിക്, ഓർത്തോറോംബിക്, ട്രൈഗണൽ, ടെട്രാഗണൽ, എക്സഗണൽ, ക്യൂബിക്. അവർക്ക് മൊത്തം 14 ബ്രേവിയസ് ലാറ്റിസസ് ആണ് ഫോം ചെയ്യുന്നത്. ഇതാണ് നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ. മെറ്റാലിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ. ഒരു മെറ്റലിൽ എങ്ങനെയാണ് ആറ്റത്തിൻ്റെ അറേഞ്ച്മെൻ്റ് ഉള്ളത്, അതിനെയാണ് നമ്മൾ മെറ്റാലിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് അറേഞ്ച്മെൻറ്റ് ഓഫ് ആറ്റംസ് വിത്തിൻ എ മെറ്റൽ ക്രിസ്റ്റൽ. ഒരു മെറ്റലിൻ്റെ ഉള്ളിലെ ആറ്റംസ് റിപ്പീറ്റബിളായിട്ട് ആണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ എക്സാമ്പിളാണ് നമ്മളുടെ സിമ്പിൾ ക്യൂബിക്, ബോഡി സെൻറ്റേർഡ്, ഫേസ് സെൻറ്റേർഡ് എന്നൊക്കെ പറയുന്നത്. SC, BCC, FCC ഇതിനൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത്. കോർഡിനേഷൻ നമ്പർ. It is defined as the number of equidistant nearest neighbors that an atom has in the given structure. ഒരു ഗിവൺ സ്ട്രക്ചറിലെ ഒരു ആറ്റത്തിന് ഈക്വൽ ഡിസ്റ്റൻസിൽ എത്ര നൈബേഴ്സ് ഉണ്ട്, അതിനെയാണ് നമ്മൾ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത്. ഗ്രേറ്റർ ദ കോർഡിനേഷൻ നമ്പർ മോർ ക്ലോസ്ലി പാക്ഡ് അപ്പ് വിൽ ബി ദ സ്ട്രക്ചർ. കോർഡിനേഷൻ നമ്പർ കൂടുന്നതിനനുസരിച്ചിട്ട് അത്രയും ടൈറ്റ്ലി പാക്ഡ് അല്ലെങ്കിൽ ക്ലോസ്ലി പാക്ഡ് ആയിരിക്കും നമ്മളുടെ ഗിവൺ ക്രിസ്റ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഒരു ക്രിസ്റ്റലിൻ്റെ പാക്കിംഗ് സ്ട്രക്ചറിനെയാണ് നമ്മളുടെ കോർഡിനേഷൻ നമ്പറിനെ കൊണ്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ സെൻറ്റേഴ്സ് ഓഫ് 2 നിയറസ്റ്റ് ഇൻ നൈബറിംഗ് ആറ്റംസ് ഈസ് കോൾഡ് നിയറസ്റ്റ് നൈബറിംഗ് ഡിസ്റ്റൻസ്. അടുത്തടുത്തുള്ള 2 ആറ്റംസുകൾ തമ്മിലുള്ള നിയർ ബൈ ആയിട്ടുള്ള 2 ആറ്റത്തിൻ്റെ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ആറ്റത്തിൻ്റെ റേഡിയസ് 6 ആണെങ്കിൽ 2r ആയിരിക്കും നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓരോ ആറ്റത്തിൻ്റെ റേഡിയസ് 6 ആണ്. സോ 2 ആറ്റത്തിൻ്റെ സെൻറ്ററുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ നമ്മൾ r+r അഥവാ 2r എന്ന് പറഞ്ഞ് ഇൻഡിക്കേറ്റ് ചെയ്യും. സോ നിയറസ്റ്റ് നൈബർ ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 2r. ആറ്റോമിക് റേഡിയസ്. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഹാഫ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ നിയറസ്റ്റ് നൈബേഴ്സ് ഇൻ എ ക്രിസ്റ്റൽ. ഒരു ആറ്റത്തിൻ്റെ റേഡിയസിനെയാണ് നമ്മൾ r എന്ന് പറഞ്ഞിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ 2 നിയർ ബൈ ആറ്റംസ് തമ്മിലുണ്ടാകുന്ന ഡിസ്റ്റൻസിൻ്റെ ഹാഫിനെയാണ് നമ്മൾ ആറ്റോമിക് റേഡിയസ് എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. 2 ആറ്റംസ് തമ്മിലുള്ള ഡിസ്റ്റൻസിൻ്റെ ഹാഫിനെയാണ് നമ്മൾ ആറ്റോമിക് റേഡിയസ് എന്ന് വിളിക്കുന്നത്. ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ. ദ ഫ്രാക്ഷൻ ഓഫ് ദി സ്പേസ് ഓക്യുപ്പൈഡ് ബൈ ആറ്റം ഇൻ എ യൂണിറ്റ് സെൽ ഈസ് നോൺ ആസ് ആറ്റോമിക് ഫാക്ടർ. ഒരു യൂണിറ്റ് സെല്ലിൽ ആറ്റം ഓക്യുപ്പൈ ചെയ്യുന്ന സ്പേസിനെയാണ് നമ്മൾ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് വിളിക്കുന്നത്. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഉള്ളിൽ എത്രത്തോളം സ്പേസ് ആണ് ആറ്റംസ് ഓക്യുപ്പൈ ചെയ്യുന്നത്, അതാണ് ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ, APF. അതിന് നമുക്ക് വേറൊരു ഇക്വേഷനും കൂടിയുണ്ട്. APF ഈക്വൽ ടു വോളിയം ഓഫ് എ ആറ്റംസ് ഇൻ യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. അതായത് ഒരു യൂണിറ്റ് സെല്ലിൽ ആറ്റംസ് ഓക്യുപ്പൈ ചെയ്യുന്ന വോളിയത്തിനെ യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ കിട്ടുന്നതാണ്. ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് ഡിഫറെൻറ്റ് ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സ്. ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ ഓഫ് സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചർ. സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ സ്ട്രക്ചറിൻ്റെ ആറ്റോമിക് പാക്കിംഗ് ഫാക്ടറിനെ പറ്റിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സിമ്പിൾ ക്യൂബിക് സ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധാരണ ക്യൂബിനെ പോലെ തന്നെയാണ്. നമുക്ക് A എഡ്ജ് ലെങ്ത്തുള്ള ഒരു ക്യൂബിനെ കൺസിഡർ ചെയ്യാം. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിമ്പിൾ ക്യൂബിൻ്റെ കേസിൽ അതിൻ്റെ കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ഓരോ ആറ്റമും
അതിൻ്റെ തൊട്ടടുത്തുള്ള 6 ആറ്റംസ് നൈബേഴ്സുമായിട്ടാണ് ഇക്യു ഡിസ്റ്റൻ്റായി നിൽക്കുന്നത്. ഇനി ഈ കോർണറിൽ കാണുന്ന സിമ്പിൾ ക്യൂബിക് ക്രിസ്റ്റൽ സിസ്റ്റത്തിൻ്റെ കേസിലെ കോർണേഴ്സിൽ മാത്രമാണ് ആറ്റംസ് ഉണ്ടാകുന്നത്. ഈ കോർണറിൽ ഉണ്ടാകുന്ന ഓരോ ആറ്റംസും അതെന്ന് പറയുന്നത് മൊത്തം ഉണ്ടാകുന്ന ആറ്റത്തിൻ്റെ 1/8 മാത്രമാണ് ഓരോ ഉണ്ടാവുന്നത്. അതുകൂടാതെ നമ്മളുടെ ഓരോ കോർണറിലും ഉണ്ടാകുന്ന 1/8 ഓഫ് എ ആറ്റത്തിനെ നമ്മൾ മൊത്തം ഉണ്ടാകുന്ന ആറ്റംസ് ഒരു യൂണിറ്റ് സെല്ലിൽ 8 ആറ്റംസ് ഉണ്ടാകും. അതുകൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ടോട്ടലായിട്ട് 8 × 1/8 ദാറ്റ് ഈസ് 1 ആറ്റം പെർ യൂണിറ്റ് സെല്ലാണ് നമുക്ക് ഫോം ചെയ്യുന്നത്. ഇനി നമുക്കറിയുന്ന കാര്യമാണ് വോളിയം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ. വോളിയം ഓഫ് ആൻ ആറ്റം എന്ന് പറയുന്നത് 4/3 πr³ ആണ്. നമുക്ക് റേഡിയസ് r ആക്കി കൺസിഡർ ചെയ്യാം. സോ വോളിയം ഓഫ് ആൻ ആറ്റം ഈസ് 4/3 πr³. അപ്പോൾ ഒരു ആറ്റം ആയതിനെ കൊണ്ട് വോളിയം നമുക്ക് 4/3 πr³ തന്നെ കിട്ടും. ഇനി നമ്മൾ ഓരോ യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം കാണുകയാണെങ്കിൽ യൂണിറ്റ് സെൽ എന്ന് പറയുമ്പോൾ ക്യൂബിൻ്റെ കേസിൽ എഡ്ജ് ലെങ്ത്തിൻ്റെ ക്യൂബ് എടുത്താൽ മതി. a³ ആണ്. സോ എഡ്ജ് ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്? 2 റേഡിയസ് ആണ്, 2 ആറ്റത്തിൻ്റെ റേഡിയസ്. സോ a = 2r ആണ്. a³ കാണുമ്പോൾ 2r³ കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 8r³ ആണ് നമുക്ക് കിട്ടുന്നത്. സോ പാക്കിംഗ് ഫാക്ടർ, ആറ്റോമിക് പാക്കിംഗ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 4/3 πr³ ഡിവൈഡഡ് ബൈ 8r³ കിട്ടും. ഇതിൽ നമ്മൾ r³ രണ്ടും നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. 4/3 π ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് π/6 കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0.52 അല്ലെങ്കിൽ 52% എന്ന് നമുക്ക് പറയാൻ സാധിക്കും.